റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കള്, പരീക്ഷ എഴുതാൻ പോകുന്നവരെ എഴുതിപ്പോയ പരീക്ഷയുടെ റിസൾട്ട് ഒരു ഡിസാസ്റ്റർസ് ആണെന്ന് തോന്നണവരെ, ഇനി നല്ലവണ്ണം പരീക്ഷ എഴുതിയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അത് അവരും പ്രാർത്ഥിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കണത് വിശ്വാസത്താൽ സമർപ്പിക്കുമ്പോഴാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ, മക്കളുടെ സ്വഭാവം, ജീവിത പങ്കാളികളുടെ ദുർനടപ്പ്, എൻ്റെ പരീക്ഷയുടെ റിസൾട്ട്, എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്താൽ കർത്താവേ, അങ്ങ് കൈയേൽക്കണമേ. എന്റെ വിശ്വാസത്താൽ അങ്ങ് കൈയേൽക്കണമേ. കയ്യിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. സദയം തൊടേണേ സുഖമായ എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായ എൻ്റെ ഉള്ളം. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനകളൊക്കെയാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. ഇൻ കേസ് പർട്ടിക്കുലർ സബ്ജക്റ്റ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സമർപ്പിക്കേണ്ട സമയമാണ്. ചിലപ്പോൾ ഡൈവേഴ്സ് ആകാം, ചിലപ്പോൾ കേസാകാം, ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് എഴുതണ ദിവസമായിരിക്കാം, ഇത് ചിലപ്പോൾ പ്രമാണം നടക്കുന്ന ദിവസമായിരിക്കാം, ചിലപ്പോൾ ഈ ആഴ്ച നീ ഡോക്ടറെ കാണാൻ പോകുന്നൊരു ദിവസമാകാം. അങ്ങനെ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോൾ അത് കൂട്ടിച്ചേർക്കുക. തീർച്ചയായിട്ടും ഈ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ സമയത്ത് അമ്മയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ കൂട്ടിച്ചേർപ്പ് നടക്കും. യാത്രയുണ്ടെങ്കിൽ യാത്ര സമർപ്പിക്കുക. മക്കളാരെങ്കിലും തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ അവിടെ തിരിച്ചു പോരലും സമർപ്പിക്കുക. ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അതിട്ട് സമർപ്പിക്കുക. ടെസ്റ്റ്, പിരപണി ആരംഭിക്കുന്നുണ്ടോ, കച്ചവടം ആരംഭിക്കുന്നുണ്ടോ, വ്യവസായങ്ങൾ ആരംഭിക്കുന്നുണ്ടോ, അതൊക്കെ സമർപ്പിക്കുക. എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന്, ആരാധ്യനായി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയുക. ദൈവം അതെല്ലാം ഏറ്റെടുത്ത് ആശ്രയിക്കുന്ന സമയമാണ്. സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു, വാങ്ങിച്ച സ്ഥലം നോക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നീ ചെന്ന് നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നീ പോകുന്നു, ആ സ്ഥലം കാണാൻ വേണ്ടി ഒരു വിശ്വാസ പ്രമാണം ചെല്ലാൻ ആ സ്ഥലത്ത് പോയി അത് നീ സമർപ്പിക്കുക. ഞാൻ ഈ ആഴ്ചയിൽ പോകും, വിറ്റുമാറാത്ത പ്രശ്നമുള്ള സ്ഥലത്ത് ഞാൻ പോയി വിശ്വാസ പ്രമാണം ചെല്ലും, പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കും. അങ്ങനെ ഒരു യാത്ര നീ ചെയ്യിക്കുക. പേരെ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ സ്ഥാപനങ്ങൾ റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഇത് കൃപാസനം. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇന്നിൻ്റെ കണ്ണീരിന് ചക്കാലക്കൽ പിതാവ് എഴുതിയിരിക്കുന്നത് പോലെ കൃപാസനം ഇന്നിൻ്റെ കണ്ണീരിൻ്റെ, മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ഉത്തരമെന്ന് ദൈവം ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. ആ ഉടമ്പടിയുടെ ആരാധനയിലാണ് നീ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ അവളോട് പറയും 10 മേടിക്കാൻ പറയും. 10 മേടിക്കാൻ പറയും. ഉടനെ ഇവിടെ 10 കാശിരം വാങ്ങിക്കും, വെഞ്ചരിച്ച കാശ്. നിങ്ങൾ ആ സാക്ഷ്യം കിടപ്പുണ്ട്, ഇന്നലെ ഇട്ടതാണ്. എന്നിട്ട് ഇവൾ എന്താ ചെയ്യണം? അപ്പോൾ ഞാനിവിടുത്തെ അവൾ കാശിരം മേടിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചുള്ള എന്നെ അത്രയും വലുതായിട്ടതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നാൻ കാരണം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയുമ്പോൾ
പിന്നെ അവൾ പറഞ്ഞത്, ഞാൻ ഈ ഒരു പത്രം കൊടുക്കുമ്പോൾ, ആൾക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ, പത്രം എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവൻ സാക്ഷ്യമല്ലേ, ഈ കാലങ്ങളിൽ ഈ മാസം ഈശോ ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ അത് ഇതിൽ ഒരു കാശിനും കൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് ഈശോനെക്കുറിച്ച് പറയും. ഈ കാലഘട്ടങ്ങളിൽ ആരാണ് ഈശോനെക്കുറിച്ച് പറയണത് കേട്ടല്ല, മനസ്സിലായില്ലേ? കാര്യങ്ങളെ പോണ പോക്കേ എത്ര പേര് പണി മേടിക്കാൻ പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ദൈവമൊന്നും, നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട കൃപ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയ്ക്ക് വെടിക്കെട്ടായിട്ടാണ് മറ്റുള്ളവരെ യേശുവിന് വേണ്ടി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 10 മേടിക്കാൻ പറഞ്ഞു. ഞാൻ 10 മേടിച്ച് ഞാൻ 10 കാശ് രൂപ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാശ് രൂപ കൊടുക്കുന്ന നല്ലൊരു 10 രൂപ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, എടി അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അത് ഇത്രയും സ്പീഡാണ്. അതെന്തുകൊണ്ടാണ് ചിഞ്ചുന് ഇത്രയും സ്പീഡായിട്ട് ഈ സംഭവം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ സിൻസിയറാണ് ഈ വിഷയത്തിൽ. നമുക്ക് ഉടമ്പടിയോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ മനോഭാവം സിൻസിയറിറ്റിയാണ്. നമ്മൾ ആ വിഷയം സിൻസിയറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദൈവം സീരിയസ് ആവും. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയറാകും. ദൈവം ഓട്ടോമാറ്റിക്കലി സിൻസിയറാണ്, പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഒന്ന് മോഡുലേറ്റ് ചെയ്ത് നോക്കണം, ഒന്ന് ക്രമീകരിക്കണം. 2 കോർഡിനേറ്റ്സ്, ഒന്ന് 20 ബി പോയിൻ്റാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് യേശുക്രിസ്തു വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ആമേൻ എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയണത് പോലെ ചെയ്യുക. ഇതെല്ലാം ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യുത്തരമാണ്. മനസ്സിലായല്ലേ? ഇതെല്ലാം ഈ ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ബോധപൂർവം ശ്രമിക്കുമ്പോൾ നമ്മൾ ആമേൻ പറയുകയാണ്. നമ്മൾ എന്തിനാണ് ആമേൻ പറയണത്? ദൈവമഹത്വത്തിനാണ് ആമേൻ പറയുന്നത്. ഈ മഹത്വം ആണ് നമ്മൾക്ക് കൃപയായി നമ്മളിലേക്ക് ചൊരിയണത്. കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചൊരു സബ്ജക്റ്റാണ് കൃപയുടെ ഹൃദയസ്പന്ദനം. നമുക്ക് ഹൃദയം ഇടിക്കണേ കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? ഹൃദയം ഇടിക്കേക്കല്ലേ? ഇതുപോലെ ഈ കൃപ ഇങ്ങനെ ഒരു സ്പന്ദനം ചെയ്യണേ കേൾക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ കൃപ നിറയുമ്പോഴേ കൃപ ഇങ്ങനെ സ്പന്ദിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. വിപിൻ്റെ സാക്ഷിയൊക്കെ മനോഹരമാകണത് ആ വഴിക്കാണ്. വിപിൻ്റെ പ്രോബ്ലം എന്താണ്? അരിയറല്ലേ? അരിയറാണ് എന്ന് വെച്ചാൽ 20 സബ്ജക്റ്റല്ലേ അരിയർ വന്നിരിക്കുന്നത്, ബിടെക്കുകാരൻ. അപ്പോൾ എന്നെ സംബന്ധിക്കുന്നത് ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴവന് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. കൃപാസനം പത്രം തന്നെയാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ സന്ദേശവാഹകൻ, ഒരു മാലാഖിയായിട്ട് വർക്ക് ചെയ്യണതെല്ലാം ഈ കൃപാസനം പത്രമാണ്. ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ആ സാക്ഷ്യത, എനിക്ക് ക്രിസ്ത്യൻ ഫെയ്ത്തിനോട് അത്ര അറിയത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ അന്ന് യൂസ്ഡ് അല്ല ക്രിസ്ത്യൻ ഫെയ്ത്ത്, അതുകൊണ്ട് ഞാനത് അത്രയും ശ്രദ്ധിച്ചില്ല. ഒരാഴ്ച അതാണ് പറയുന്നത്, ബിബിൻ പറയുന്നതാണ്, ക്രിസ്ത്യൻ ഫെയ്ത്ത് എനിക്ക് യൂസ്ഡ് അല്ല, അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് ഞാൻ ചുമ്മാ വാങ്ങിച്ചെന്നേ ഉള്ളത്. പക്ഷേ പിറ്റേ ആഴ്ചയിലും വേറെ ഒരർത്ഥം കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്തു. അപ്പം ജസ്റ്റ് നോക്കി, വേറെ ഒരു ദിവസം കൂടി ഒരു പത്രം കൂടി അതിനും കൊണ്ട് ആരോ കൊണ്ടൊന്ന് കൊടുത്തു. അപ്പോഴും അവൻ ശ്രദ്ധിച്ചു, കണ്ടു നോക്കി, ഒരാളിന് തന്നെ എങ്ങനെയാണ് ഒരാളെ മാതാവ് തൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണമെന്ന് നോക്കി. നിങ്ങൾ വഴിയാണ് അല്ലേ, നിങ്ങൾ ഓരോരുത്തരും വഴിയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത്. ബിബിൻ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് നോക്കി. ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്കിതിനെ വിശദാംശങ്ങൾ അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ക്യാപ്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ കാലാന്തരത്തിലാണ് ഓരോരോ കാര്യങ്ങൾ നടക്കണ കണ്ടിട്ട് കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞ് അവൻ പറയണ പോലെ ചെയ്യണം, അത് ഈശോയുടെ വചനങ്ങൾ അറിയാൻ പാലാത്തത് അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അതിനുവേണ്ടി നിങ്ങൾ
ഈശോൻ്റെ വചനമുള്ള, ഈശോയുടെ പ്രവർത്തനങ്ങളുള്ള, ഈശോയുടെ സാക്ഷ്യമുള്ള, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുള്ള പത്രം കൊടുക്കണം. അത്രേ എന്നോട് ആദ്യകാലങ്ങളിൽ പറഞ്ഞുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജനതകൾക്ക് വിശ്വാസം കൈമാറുകയാണ്. ശരിക്കും ജനതകളുടെ വിശ്വാസം കൈമാറണം വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് വിശ്വാസം കൈമാറുന്നത്? ഇതൊരു മതം മാറ്റമല്ല, മറിച്ച് എന്താ സംഭവിക്കണത്? ഇവിടെ ആരെയും ജ്ഞാനസ്ഥാനപ്പെടുത്തുക ഒന്നും ചെയ്യണില്ല. എന്താ സംഭവിക്കുന്നത്? ക്രിസ്തു ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്താണ്? ക്രിസ്തുവിൽ അതേ ആണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ലോകത്തിനും മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വേദന, കണ്ണീര്, സങ്കടം, രോഗം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അങ്ങനെ മുഴുവനും ആധ്യാത്മികവും ഭൗതികവുമായ മുഴുവനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ദൈവം എങ്ങനെ നൽകിയിരിക്കുന്നത്? വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ 8852 വാഗ്ദാനങ്ങളുടെ നിവൃത്തിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നമ്മളൊരു ഫീറ്റസായിട്ട് രൂപപ്പെട്ട് വരുന്നത് തൊട്ട് നമ്മുടെ നിത്യത വരെയുള്ള ആത്മീയവും ഭൗതികവുമായ മുഴുവൻ വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ, ഒന്ന് പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് ക്രിസ്തു അതേ എന്ന് തന്നെ. അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജപ്തി നടപടിയാണ്, അല്ല നിങ്ങൾക്ക് ജോലിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകൻ പോളണ്ടിൽ പോയി. അവന് അവിടെ അവൻ്റെ അമ്മ ഇവിടെ വന്ന് കണ്ണീരിടുകയാണ്. എന്താണ്? അവന് ഭക്ഷണമില്ലടാ, അവന് ഭക്ഷണമില്ല. അവന് ഭക്ഷണമില്ല എന്ന് വെച്ചാൽ അവൻ്റെ ജോലി പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോടത് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ആവർത്തിക്കണില്ല. പക്ഷെ അതല്ല, വിത്തിൻ 24 hours എങ്ങനെയാണ് അവൻ പഠിച്ച സബ്ജക്റ്റിന് തന്നെ അവന് അപ്പോയിൻമെൻറ്റ് കിട്ടണത് വിദേശ രാജ്യത്ത്? അവൻ്റെ ഒരു രാത്രിയിൽ അവന് ഭക്ഷണമില്ലാതെ ഒരു മുസ്ലിം പള്ളിയുടെ വാതിൽക്കൽ കിടന്ന് ഉറങ്ങിയവൻ്റെ ജീവിതം എത്ര പെട്ടെന്നാണ് അമ്മ റീസെറ്റ് ചെയ്യണത്. അതുപോലെ സകല വാഗ്ദാനങ്ങളും നിൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങൾ, ഒന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങളും അതേ എന്നുള്ളടക്കം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിനെ അഭിഷേകമായി സ്വീകരിക്കാൻ അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ, നമുക്ക് വാഗ്ദാനത്തിൻ്റെ സുവിശേഷ പ്രഘോഷണമാണ് അടുത്ത വചനം. ഇതിനോട് ചേർന്ന് വരുന്ന വചനം ഹെബ്രായ ലേഖനം 10:23. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശയേറ്റ് പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇതാണ് ഉടമ്പടി നിർവർത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ ദൈവമഹത്വത്തിന് അതേ എന്ന് പറയണത് എന്തിനാണ്? വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ എത്രയും വേഗം നിറവേറാൻ വേണ്ടിയുള്ള ദൈവികമായ നടപടികളുടെ സൂത്രവാക്യങ്ങളാണ്, ബൈബിൾ വാക്യങ്ങളാണ് വായിക്കുന്നത്. ഇപ്പൊ എന്താ വായിക്കാൻ പോണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇത് ഉടമ്പടി വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴിയാണത്. എന്താണ്? ഒന്ന്,
നമ്മോട് വാഗ്ദാനം ഇതേ ലേഖനം ഏതാണ്? ഹെബ്രായ ലേഖനം. ആരെഴുതിയാണ്? പൗലോസ് അപ്പോസ്തലൻ. എത്രാം വാക്യമാണ്? 10-ാം വാക്യം. എത്രാം വചനമാണ്? 23. എന്താ പറയണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞേ. എന്താ അവൻ്റെ പ്രത്യേകത? വിശ്വസ്തൻ അല്ലേ? അതെ, അതിപ്പോൾ 2 തിമോത്തി 2:13 എൻ്റെ ആ വചനം. ക്യാൻസറാണ്, സെക്കൻഡ് സ്റ്റേജാണ്, കീമോയും റേഡിയേഷനും നമ്മൾക്ക് എടുക്കാൻ കിട്ടിയില്ല കോവിഡ് കാരണം. അതുകൊണ്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. ചെവിക്കകത്തുനിന്ന് കണ്ടിന്യൂസ് CSF ലീക്കേജ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇതിൻ്റെ ട്യൂമർ ഇനി കണ്ണിൻ്റെ ഏത് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ കണ്ണിൻ്റെ ഒരു കാഴ്ചശേഷി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ മാതാവിൻ്റെ രൂപവും കൊന്തയും കൈപിടിച്ച് ഞങ്ങൾ മുറുക്കെ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ വിശ്വാസം കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതുപോലെ ജനറൽ അനസ്തീഷ്യ തരണം. ഇത് ഇടയ്ക്ക് വലിയ സർജറി ആയിട്ട് ചിലപ്പം മാറേണ്ടി വരും, ജനറൽ അനസ്തീഷ്യ തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനോർത്ത് മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ തന്നെ ഇട്ടിട്ട് ഞാൻ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. കാരണം ജനറൽ അനസ്തീഷ്യ ഒക്കെ തന്നെ നമുക്കറിയാം റിക്കവറി ആകാനായിട്ട് സമയങ്ങളെടുക്കും. യൂറിൻ്റെ ട്യൂബുണ്ട്. അങ്ങനെ വളരെയധികം പ്രോബ്ലംസ് ഉണ്ട്. എന്ത് ചെയ്യണം? എനിക്കൊരു വഴിയില്ലായിരുന്നു. എന്തായാലും 2ഉം കൽപ്പിച്ച് മാതാവിനെ മുറുകെ പിടിച്ച് ഞങ്ങൾ ജനുവരി 27-ാം തീയതി രാവിലെ 7 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. 8 മണിക്കായപ്പോൾ സർജറിക്ക് എന്നെ കയറ്റിയപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു, ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ അവിടെ സർജറിക്ക് കയറി കഴിഞ്ഞപ്പം സീനിയർ ഡോക്ടർ തന്നെയാണ് സർജറി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കവർ ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചു, അല്പം പെയിൻ സഹിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനൊന്ന് ലോക്കലിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ഈ നമ്മുടെ ഈ കറക്റ്റ് പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് എന്നെ മൊബൈലിലെടുത്ത് കാണിച്ചു. ഏത് സൈറ്റിട്ടാണ് ചെയ്യേണ്ടത്, സിക്സാഗ് ചെയ്യണോ സ്ട്രെയിറ്റ് ചെയ്യണോ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടറിന് ഇഷ്ടം പോലെ ചെയ്തു. അപ്പോൾ കൺസൾട്ടൻ്റ് തന്നെ പറഞ്ഞു, ഒരു പെൺകുട്ടിയല്ലേ, ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടതല്ലേ, വെർട്ടിക്കലി ചെയ്യുക, അപ്പം കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സർജറി അപ്പം ലോക്കലി ചെയ്യട്ടെ എന്നുള്ള വിശ്വാസം ചെയ്തോളാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനെ ഇങ്ങനെ കയ്യിലിങ്ങനെ മുറുക്കെ കൊന്ത നമുക്ക് കയറ്റാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ കൊന്തയും ചെല്ലി ഇങ്ങനെ ഓപ്പറേഷൻ്റെ ടേബിളിൽ കിടക്കുകയാണ്. സർജറി ചെയ്ത് തീരാറ് ഏകദേശം 5 മണിക്കൂറത്തെ സർജറി ആയിരുന്നു. ലോക്കലിൽ തന്നെ ചെയ്തപ്പം അതിനൊപ്പം തന്നെ അവർ ജനറൽ അനസ്തീഷ്യയുടെ എല്ലാ സാധനങ്ങളും ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ജനറൽ അനസ്തീഷ്യ കൊടുക്കണം. ഈ ലോക്കലിൽ നിന്ന് ഉടനായിട്ട് തന്നെ ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിചാരത്തിൽ എന്തായാലും 5 മണിക്കൂറത്തെ സർജറി ആയിരുന്നു. കുഴപ്പമില്ലാതെ ലോക്കലിൽ തന്നെ സർജറി ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ എല്ലാ MRIയും പെറ്റ് സ്കാനും നെഗറ്റീവ് വന്നപ്പം ഡോക്ടറിനൊരു ഡൗട്ട് തോന്നി. ഈ FNAC ചെയ്ത സാമ്പിളിനകത്തുനിന്ന് അവർ 3 മാസം നമ്മൾ ഹോസ്പിറ്റലിൽ ഈ സാമ്പിൾ വെക്കണമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് അവർ വൈറൽ ക്യാൻസർ ട്യൂമർ മാർക്കർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന് വിട്ടപ്പം ആ ടെസ്റ്റും പോസിറ്റീവാണ് വന്നത്. ക്യാൻസർ അല്ല, ട്യൂമറാണെന്നുള്ള റിപ്പോർട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് തന്നെ ഇനി ട്യൂമർ ആണെന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞാൻ ഓപ്പറേഷന് പോയതും. സർജറി കഴിഞ്ഞു. ഒരു 8 മണിക്ക് കയറ്റി എന്നെ ഒരു 12 മണിയായപ്പം ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു ICUന്ന്. അതിനുശേഷം ഇന്ന് അഡ്മിറ്റ് ആകണം ഇന്നെന്തായാലും കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മാതാവിനോട് അന്നേരം എനിക്ക് ബോധം വന്നപ്പം ഞാനൊരു നോർമലായ സമയം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഉള്ളു വീട്ടിൽ, എന്ത് ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു 2 മണിയായപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് പറഞ്ഞു, സിസ്റ്റർ ഇതാണ് എൻ്റെ പേഴ്സണൽ നമ്പർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുക. ഹസ്ബൻഡിനോട് പറഞ്ഞു അവളെയും കൊണ്ട് വീട്ടിൽ പോകുമോ, കംഫോർട്ട് പൊസിഷനിലിട്ട് കാറെ കിടത്തി വീട്ടിൽ കൊണ്ടുപോകുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ ഓൺ സ്പോട്ടിൽ എന്നെ വിളിക്കുക, ഞാൻ ഹോസ്പിറ്റലിൽ വന്നോളാം, എൻ്റെ റൂം നമ്പർ ഇതാണ്, നീ അവിടെ വന്നാൽ മതി, OPD കാഷ്വാലിറ്റിയിലൊന്നും വരണ്ട എന്നും പറഞ്ഞ് അതേ മാതാവിൻ്റെ അനുഗ്രഹം. ഞങ്ങൾ അന്ന് തന്നെ ഒരു 2-2:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി. വീണ്ടും ഇത് ക്യാൻസർ ആണെന്നുള്ളൊരു വിചാരത്തിൽ ഞങ്ങളിരുന്നു. പിന്നെ നമുക്ക് ഈ സൈഡ് മുഴുവൻ 15 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. വാ പൊളിക്കാൻ പറ്റത്തില്ല, ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ 7 ദിവസം കഴിഞ്ഞു. OPD പോയി. OPD ചെന്നപ്പം
റിപ്പോർട്ട് വന്നിരിക്കുന്നു. ക്യാൻസറും അല്ല, ട്യൂമറും അല്ല, ഒരു ചെറിയൊരു മുഴയായിരുന്നു. അതായത് പലർക്കും അറിയത്തില്ലാത്തൊരു ഇതാണ്, നമ്മുടെ ശരീരത്തിലെ ഈ ചെവിയുടെ ഈ ഭാഗത്ത് വരുന്ന തലമുടികൾ അത് അകത്തോട്ട് വളരെ ചുരുക്കം ചിലരിലേ അങ്ങനെ കാണാറുള്ളൂ. ആ 2 തലമുടികൾ അകത്തോട്ട് വളഞ്ഞ് കോയിലായി 2 തലമുടികൾ ഇങ്ങനെ ചുറ്റിക്കിടന്ന് അതാണ് ഈ ഗ്രോത്തായിട്ട് പുറത്തോട്ട് വന്നത്. എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നത് അങ്ങനെയാണ്. പാപ്പുലറി മെട്രിക്കുലോമ എന്നാണ്. ഒരു ക്യാൻസറോ ട്യൂമറോ ഒന്നുമല്ലായിരുന്നു. 4.2 സെൻറ്റിമീറ്റർ നീളത്തിലായിരുന്നു. അത്രയും വലിയൊരു മുഴയായിരുന്നു അത്. പക്ഷെ പുറത്തോട്ട് അത്രയും കാണത്തില്ലായിരുന്നു. എങ്കിലും അത് എല്ലാ ഡോക്ടേഴ്സും ക്യാൻസർ ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ റിപ്പോർട്ട് വന്നപ്പം ചെറിയ 2 ഒരു 2 തലമുടികളുടെ രൂപത്തിൽ അത് മാറ്റി എനിക്ക് തന്നു. അമ്മയ്ക്കും മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദികൾ ഞങ്ങൾ പറയുന്നു. അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ മാതാവിനോട് അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ റിപ്പോർട്ട് എനിക്ക് നെഗറ്റീവ് തരുവാണെങ്കിൽ ഞാൻ റിക്കവറിയായി ഉടനെ തന്നെ ഞാനും എൻ്റെ കുടുംബവും കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജൂണിൽ ഫാമിലിയായിട്ട് ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം എനിക്ക് എൻ്റെ മൂത്ത മോൾക്ക് ഡിഗ്രി കഴിഞ്ഞു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവൾ പാസ് ഔട്ടായത്. അതിനുശേഷം അവൾക്ക് പുറത്ത് പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ അവൾക്ക് ഒന്നും പുറത്ത് പോകാനത് ശരിയായില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല, പൂനെ ക്രൈസ്റ്റിൽ അഡ്മിഷൻ എടുത്തു. ഏകദേശം 2 ലക്ഷം രൂപ കിട്ടി. ഞങ്ങൾ അവൾക്ക് അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ ശരിയായി പോകുന്നതിൻ്റെ അപ്പോഴും വിശ്വാസം കൈവിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് കേട്ടുകൊണ്ടിരുന്നു. ജൂലൈ 3-ാം തീയതി ഞാൻ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കൃപാസനത്തിലെ സാക്ഷ്യം ഇങ്ങനെ യൂട്യൂബിലൂടെ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം കൊച്ചു പറഞ്ഞു, മമ്മി എനിക്കൊരു ഇൻ്റർനാഷണൽ കോൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അറ്റൻഡ് ചെയ്തപ്പം അവൾക്കൊരു UK എന്നുള്ള കോളായിരുന്നു. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നല്ലൊരു ഏറ്റവും മുന്നേ നിലയിൽ നിൽക്കുന്നൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോള് വന്നു. അങ്ങനെ ആദ്യത്തെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന ആ സമയത്താണ് എനിക്കിത് മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് എല്ലാ പ്രോസസ്സുകളും ചെയ്തു. അതിൻ്റെ ഈ റഹസ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി പൂനെയിൽ പൈസ മുഴുവൻ കെട്ടിയിരുന്നതാണ്. കൊച്ചിനെ കൊണ്ടുവിടാൻ ഞങ്ങൾ ടിക്കറ്റും എടുത്തിരുന്നതാണ്. അപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനായി, എന്ത് ചെയ്യണം, അവിടെ വിടണോ ഇവിടെ വിടണോ എങ്ങനെയാണെന്ന്. എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം, മാതാവ് നമുക്കൊരു വഴി കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും അവൾ ഇൻ്റർവ്യൂവിന് പാസ്സായി, UK ഇൻ്റർവ്യൂവിന് പാസ്സായി. ഞങ്ങളപ്പോൾ ഇവിടുത്തെ പൂനെയിലെ ക്യാൻസൽ ചെയ്തു. അന്ന് അവർ അഡ്മിഷൻ എടുത്തപ്പോൾ അവർ പറഞ്ഞായിരുന്നു പൈസ തിരിച്ചു തരില്ല, 5 പൈസ പോലും തിരിച്ചു തരത്തില്ല. അതായത് ദിവസം എത്ര കുറയുന്നു അതിൻ്റെ ഏകദേശം 20%, 10% അങ്ങനെ കുറച്ച് പൈസ തരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇവിടെ വിടണേ, UK വിടണമെങ്കിലും എന്തുമാത്രം രൂപയാകും, ഒരു വഴി നീ എനിക്ക് കാണിച്ചു തരണം, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്തായാലും അവളുടെ അഡ്മിഷൻ എടുത്ത് പോകേണ്ടതിൻ്റെ തലേദിവസമാണ് ഞങ്ങൾ സീറ്റ് ക്യാൻസൽ ചെയ്യുന്നത്. മാതാവിൻ്റെ അനുഗ്രഹം, അവർ ഞങ്ങളടച്ച മുഴുവൻ പൈസയും ഞങ്ങൾക്ക് തിരിച്ചു തന്നു. 5 പൈസ പോലും അവരതിനകത്ത് നിന്ന് എടുക്കാതെ മുഴുവൻ പൈസയും അവർ പറഞ്ഞത് ഒന്നും അവർ പ്രവർത്തിച്ചില്ല, പക്ഷെ മുഴുവൻ പൈസ അവർ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. മാതാവിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടാനുകൂടി നന്ദി. എൻ്റെ മോളിപ്പോൾ UK സ്കോട്ട്ലൻഡിലാണ് പഠിക്കുന്നത്. അതിനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്തു. പിന്നെ മൂന്നാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3 മാസം മുമ്പ് എനിക്ക് ഈവനിങ് ഷിഫ്റ്റിന് ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. സൂപ്പർവൈസർ ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഒരു പകുതി വഴിയായപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്കൂട്ടറിലാണ് പോയത്. എനിക്ക് പെട്ടെന്ന് ചെല്ലണമായിരുന്നു. ഞാൻ സ്കൂട്ടറിൽ പോയി. അപ്പോഴും എൻ്റെ കയ്യിൽ ഈ മാതാവിൻ്റെ കൊന്തയും ഈ രൂപവും എപ്പം പോയാലും എവിടെ പോയാലും എൻ്റെ കയ്യിലുണ്ട്. ഞാനിതിങ്ങനെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കൊന്തയും കാശ്രവും ഇങ്ങനെ മുറുകെ ഞാൻ മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ സ്കൂട്ടറിൻ്റെ പുറകിലിരിക്കുകയായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, ഒരു വലിയൊരു ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിൻ്റെ ഈ സൈഡിൽ കൂടെ ഹസ്ബൻഡ് സ്കൂട്ടറും കൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് ഞങ്ങളുടെ ഈ സൈഡിൽ കൂടെ തന്നെ ഒരു വലിയ ലോറി, അതായത് ഗ്യാസ് സിലിണ്ടർ നിറച്ചുകൊണ്ട് പോകുന്ന ഒരു ലോറി, നിങ്ങൾക്കറിയാം അത് എന്തുമാത്രം വലുതാണ്.
അത് സൈഡിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയും സ്കൂട്ടറിൻ്റെ വന്ന് ഇടിച്ചു. ശരിക്കും അത് ലോറിയുടെ പുറകിലോട്ട് ചെന്ന് ഇടിച്ച് കയറുക ചെയ്ത് സ്കൂട്ടർ ഒരു 2 പീസായിപ്പോയി സ്കൂട്ടർ. ഇപ്പം എല്ലാവരും ചോദിച്ചു ഇതിലുള്ള ആൾക്കാർക്ക് വല്ലതും ഒന്നും എന്ത് പറ്റിയെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളായിരുന്നു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഫ്ലൈ ഓവറാണ്, ഞങ്ങളുടെ പൊടി പോലും കിട്ടത്തില്ല താഴെ. അത് ഒരു മെയിൻ റോഡാണ്. ഞങ്ങളെ 2 പേരെയും മാതാവ് ഒരു കുഴപ്പവും കൂടാതെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിച്ചു. പക്ഷേ ആ സ്കൂട്ടറിൻ്റെ ഷേപ്പും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഞങ്ങളെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. മാതാവും അമ്മ തിരുക്കുമാരനും ഞങ്ങൾക്ക് ഒരു കോടാനുകോടികൾ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ ഞാനും ഹസ്ബൻഡും മക്കളും കൂടെ പിന്നെ വലിയ പാത്രങ്ങളിൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഈ റോഡ് സൈഡിൽ കൂടെ ചെയ്ത് കിടക്കുന്ന ആൾക്കാർക്ക് 10-60 പേർക്ക് ഒരുമിച്ചുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് ഞങ്ങൾ 3 പേരും ഇപ്പം മൂത്ത മോള് പുറത്തായതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് പാത്രം കൊണ്ടുപോയി ഇങ്ങനെ വഴി കൊടുക്കുന്ന ആൾക്കാർക്കെല്ലാം സെർവ് ചെയ്യാറുണ്ട്. 10-60-70 പേർക്ക്